പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് പോൾ ഹേമനെ ബ്ലഡ് ലൈൻ ഫാക്ഷനിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ഒരു ശുഭവാർത്തയെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് പോൾ ഹേമനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പോൾ ഹേമിനെ ബ്ലഡ് ലൈൻ ഫാക്ഷനിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത്. പോൾ ഹേമൻ മാത്രമാണ് നിലവിൽ ബ്ലഡ് ലൈനുമായി ബന്ധമില്ലാത്ത, അതായത് രക്തബന്ധമില്ലാത്ത ബ്ലഡ് ലൈനിൽ നിലനിൽക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ കൗൺസിലായിട്ടാണ്, ഒരു വൈസ്മാൻ ആയിട്ടാണ് പോൾ ഹേമൻ ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്യുന്നത്. റോമൻ റെയിൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് പോൾ ഹേമൻ ബ്ലഡ് ലൈൻ ഫാക്ഷനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ റോമൻ ഇല്ല, സോളയാണ് ബ്ലഡ് ലൈന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെയും വൈസ്മാൻ എന്ന് പറയുന്ന പൊസിഷൻ തന്നെയാണ് പോൾ ഹേമൻ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ റോമൻ റെയിൻസിൻ്റെ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചിരുന്ന സ്പെഷ്യൽ കൗൺസിലായിരുന്നു പോൾ ഹേമൻ. എന്നാൽ അത്തരത്തിലുള്ള ഒരു റോളോ അത്തരത്തിലുള്ള ഒരു പൊസിഷനോ നിലവിൽ സോളോയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈനിൽ പോൾ ഹേമനെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സോളോ നിലവിൽ പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ട് പഴയ ആൾക്കാരെ പുറത്താക്കി അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിൽ പോൾ ഹേമനെ പുറത്താക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. സോളോ തന്നെ പറയുന്നത് പോൾ ഹേമനെ പുറത്താക്കില്ല, പോൾ ഹേമനെ പുറത്താക്കാൻ തനിക്ക് തീരെ താല്പര്യമില്ല, പോൾ ഹേമൻ തൻ്റെ ഒരു വൈസ്മാൻ ആയിട്ട് നിൽക്കണം, അതാണ് ട്രൈബൽ ചീഫിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ സോളോ ഇങ്ങനെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ആരാധകർക്കിടയിൽ, പ്രത്യേകിച്ച് ബ്ലഡ് ലൈൻ്റെ ആരാധകർക്കിടയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച, നിലവിലെ ബ്ലഡ് ലൈനെ ഒരു നേതൃത്വം വഹിക്കാൻ സോളോ സിക്കോവ ഉണ്ട്. എന്നാൽ ഒരു മാനേജർ ടൈപ്പ് പോലെ ബ്ലഡ് ലൈനിൽ നിന്നുള്ള ഒരു ഹോൾ ഓഫ് ഫെയിമർ ടൈപ്പുള്ള ഒരു വ്യക്തി വരണം. എന്നാലാണ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു റെസ്ലർ ഉണ്ടെങ്കിൽ അത് ഹോൾ ഓഫ് ഫെയിമറായ റിക്കീഷി ആണെന്നുള്ളതും അവർ ഒരു അഭിപ്രായം പോലെ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പോയിന്റ് മുൻപേ ചർച്ച ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് റിക്കീഷിയോട് ഇൻ്റർവ്യൂവർ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ റിക്കീഷി അത് തട്ടിക്കളഞ്ഞില്ല. ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ തൻ്റെ മുന്നിൽ വന്നാൽ താൻ അത് ചൂസ് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ റിക്കീഷി കൊടുത്തിരിക്കുന്ന മറുപടി. അതായത് ക്രിയേറ്റീവ് ടീം റിക്കീഷിയെ ഈ ഒരു ബ്ലഡ് ലൈനിൽ ഒരു മാനേജറായി വരാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടുകയാണെങ്കിൽ യെസ് പറഞ്ഞുകൊണ്ട് ആ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ താനും ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് റിക്കീഷി പറയുന്നത്. കാരണം റിക്കീഷിയുടെ മകനായ സോളോ സിക്കോവയാണ് ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത്. റിക്കീഷിയുടെ മക്കളായ ഊസോസ് ബ്ലഡ് ലൈനിലെ മുൻ മെമ്പേഴ്സ് ആയിരുന്നു. റിക്കീഷി അനോയ് ഫാമിലി അഥവാ സമോവൻ ഫാമിലിയിലെ അംഗവുമാണ്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്ട് ചെയ്ത് അവർക്ക് വലിയ സ്റ്റോറി ലൈനുകൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പോൾ ഹേമനെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ റിക്കീഷിയെ അവർക്ക് പകരം ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പോൾ ഹേമനെ അങ്ങനെ പെട്ടെന്ന് പുറത്താക്കാൻ സാധിക്കില്ല. കാരണം വൈകാരികമായി പോൾ ഹേമൻ ഈ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ നെടുന്തൂണാണ്. ബ്ലഡ് ലൈൻ്റെ ഓഫ് സ്ക്രീനിൽ, അതായത് ക്രിയേറ്റീവ് തലത്തിൽ ബ്ലഡ് ലൈൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പോൾ ഹേമൻ്റെ തലച്ചോറാണ്. പോൾ ഹേമനാണ് യഥാർത്ഥത്തിൽ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി എല്ലാതും ക്രിയേറ്റ് ചെയ്ത് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ പോൾ ഹേമനെ ആ ഒരു ഓൺ സ്ക്രീനിൽ നിന്ന് പുറത്താക്കിയാലും ബാക്ക് സ്റ്റേജിൽ അദ്ദേഹം പ്രവർത്തിക്കുമെങ്കിലും ഓൺ സ്ക്രീനിൽ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആ പ്രവർത്തിക്കുന്ന ആ ഒരു ഒത്തൊരുമ ഓഫ് സ്ക്രീനിൽ പോൾ ഹേമനിലൂടെ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പോൾ ഹേമനെ പുറത്താക്കാം എന്നുള്ളൊരു ആ ഒരു തീരുമാനം എടുക്കില്ല എന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും റോമൻ റെയിൻസ് തിരിച്ചു വരുമ്പോൾ പോൾ ഹേമന് വലിയ റോൾ ഉണ്ടായിരിക്കും. പോൾ ഹേമൻ എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും ബ്ലഡ് ലൈൻ്റെ ഒരു ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോൾ ഹേമൻ്റെ എല്ലാ ഭാഗവും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ പോൾ ഹേമനെ നിലവിലെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത ഉണ്ടോ? പുറത്താക്കുകയാണെങ്കിൽ റിക്കീഷി എന്ന ഹോൾ ഓഫ് ഫെയിമർ പോൾ ഹേമനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ശുഭവാർത്തയാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവിന് കോടിക്കണക്കിന് WWE ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. 2024 റോയൽ റംബിളിലും തുടർന്ന് വരുന്ന റെസ്ൽമേനിയ 40-ലും ബ്രോക്കിന് മത്സരം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. എന്നാൽ ബ്രോക്കിൻ്റെ പേരും കൂടി ഉൾപ്പെട്ടുകൊണ്ട് വിൻസ് മിക്മാനെതിരെ വന്ന ലൈംഗിക ആരോപണങ്ങൾ അത് ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനെ നല്ല രീതിയിൽ ബാധിച്ചു. ബ്രോക്ക് ലെസ്നറിൻ്റെ WWE കരിയർ തന്നെ അവസാനിച്ചു എന്നുള്ളൊരു രീതിയിലേക്കാണ് പിന്നീട് നമുക്ക് ലഭിച്ച ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ഡേറ്റുകളും. എന്നാൽ അതിൽ നിന്ന് എല്ലാം ബ്രോക്ക് ലെസ്നറിന്
ലെസ്നറിനെ മാറ്റി ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഈ അടുത്ത് വരെ കുറച്ചധികം റൂമേഴ്സ് നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് യാതൊരുവിധ വാർത്തയും ഒരു വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഡെയിലി മെയിൽ എന്ന് പറയുന്ന വെബ്സൈറ്റിന് ഗുന്തർ എന്ന WWE നിലവിൽ ആക്റ്റീവായിട്ടുള്ള റോ ബ്രാൻഡിലെ റെസ്ലർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ബ്രോക്കിനെതിരെയുള്ള ഒരു ഡ്രീം മാച്ച് നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ബ്രോക്കും ഗുന്തറും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഭാഗം റോയൽ റംബിൾ 2024 റോയൽ റംബിൾ മത്സരത്തിൽ WWE പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതും അത് തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതും ഗുന്തർ സമ്മതിക്കുന്നുണ്ട്. കൂടാതെ റസൽമീനിയ 40 ഈ ഒരു മത്സരം വരുന്നതിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് തനിക്ക് യാതൊരുവിധ അറിവില്ലെന്നും അതിനെ സംബന്ധിച്ച് തന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും ഗുന്തർ പറയുന്നുണ്ട്. ഒരു പക്ഷേ റോയൽ റംബിൾ 2024 2023 പോലെ ഗുന്തറും ബ്രോക്കും ഒരിക്കൽ കൂടി ഫേസ് ടു ഫേസ് വരികയാണെങ്കിൽ റസൽമീനിയ 40 നമുക്ക് ഈ രണ്ട് പേര് തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. എന്നാൽ ബ്രോക്കിൻ്റെ ഒരു അപ്പിയറൻസ് പോലും നമുക്ക് ആ മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. പക്ഷേ നമ്മൾ നോക്കുന്നത് ഗുന്തർ ഇപ്പോഴും ഇൻ്റർവ്യൂകളിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ പേര് മെൻഷൻ ചെയ്ത് ആ ഡ്രീം മാച്ച് നടക്കുമെന്നുള്ളൊരു ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ ബ്രോക്ക് ലെസ്നർ തിരികെ വരും എന്നുള്ള ഒരു ശുഭകരമായിട്ടുള്ള ഒരു തോന്നൽ തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് ഒരു ശുഭവാർത്ത പങ്കുവെക്കാറുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ബ്രോക്ക് ലെസ്നർ തിരികെ വരുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഗുന്തറിനെതിരെയുള്ള ഡ്രീം മാച്ചിനെ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് റെസ്ലേഴ്സിനെതിരെയും ബ്രോക്ക് അദ്ദേഹത്തിൻ്റെ ഏകദേശം കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രോക്ക് ആർക്കൊക്കെ എതിരെ മത്സരിച്ച് കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം? അവരുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്രത്തോളം ബ്രോക്ക് ലെസ്നർ ആരാധകർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.